തൽക്കാലം ഇത് പിടി. ഇതിനകത്ത് സീരിയൽ നമ്പർ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിനിമയുടെ ക്ലിപ്പ് എല്ലാവരും കണ്ടല്ലോ അല്ലേ? ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ഒരു കറൻസിയിൽ ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സീരിയൽ നമ്പറായിട്ട് വന്നിട്ടുള്ള ഒരു കറൻസി കൊടുക്കുന്നതാണ് ഗിഫ്റ്റായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും കളക്ട് ചെയ്യാൻ സാധിക്കും. അത് ബർത്ത്ഡേ എന്ന് മാത്രമല്ല, വെഡ്ഡിങ് ആനിവേഴ്സറിയോ വെഡ്ഡിങ് ഡേയോ അങ്ങനെയൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ഒരു കറൻസി ആയിട്ട് മാത്രമല്ല, നമ്മളൊരു സെറ്റ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഒരു ഓപ്ഷനുണ്ട്. ഇത് ഞാൻ അങ്ങനെ ചെയ്തെടുത്താണ്. ഇതെൻ്റെ മോൻ്റെ ബർത്ത്ഡേ വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. എല്ലാ നോട്ടിൻ്റെ 1, 2, 5, 10, 20, 100, 50, 200, 500 ഈ കറൻസിയുടെ എല്ലാം സീരിയൽ നമ്പർ വന്നിരിക്കുന്നത് 220421 എന്നുള്ള നമ്പറാണ്. അത് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ വെച്ചിട്ടുള്ള ഇത് ഞാൻ സെലക്ട് ചെയ്ത് എൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ ആർക്ക് വേണമെങ്കിലും കളക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ പറഞ്ഞിരുന്നത് ലക്ഷക്കണക്കിന് രൂപയാകും എന്നൊക്കെയുള്ള ലെവലിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത്രയൊന്നും ആവത്തില്ല. എന്നിരുന്നാൽ പോലും ഫേസ് വാല്യൂ അല്ല കേട്ടോ. ഫേസ് വാല്യൂ വരുന്നത് ഏകദേശം 888 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 888 രൂപയുടെ ഫേസ് വാല്യൂ വരത്തുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടില്ല. ഇത് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിനുള്ള ഇതൊക്കെ എടുത്തു തരും. കാരണം ഈ 1 രൂപ അവർ കളക്ട് ചെയ്ത് 2015 കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ആ 1 രൂപയുടെ ബണ്ടിലൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡേറ്റ് പറയുമ്പോൾ അവരുടെ കളക്ഷനിൽ നിന്നുള്ള നോട്ടുകളൊക്കെ എടുത്ത് അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതുപോലൊരു സെറ്റ് ഫുള്ള് റെഡിയാക്കി തരുന്നത്. അപ്പോൾ അതിന് അവരുടെ ഒരു ചാർജും പോസ്റ്റൽ ചാർജും എല്ലാം കൂടെ ചേർത്തിട്ടൊരു തുക അതിനകത്ത് വരും. എനിക്ക് ഈ ഒരു സെറ്റിന് അയക്കുന്നത് റേറ്റ് എന്ന് പറയുന്നത് 7000 രൂപയാണ് ഈ ഒരു സെറ്റിന് എനിക്കായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേറ്റ് ആവും ഇത്രയും നമുക്ക് സെറ്റ് ചെയ്ത് വരുമ്പോൾ. ഈ ഒരു രീതിയിൽ നമുക്ക് പല ഫംഗ്ഷനുകൾക്കും നമുക്കിതുപോലെ ആൾക്കാർക്ക് കൊടുക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെ ഒരു പുതുമ തോന്നുന്ന ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ മെയിനായിട്ട് ഞാനിത് ചെയ്യാനുള്ള കാര്യം, ഇതുപോലുള്ള ഡേറ്റുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയാവുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ന്യൂസുകളും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും ആവത്തില്ല. നമുക്കിതുപോലുള്ള ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഗിഫ്റ്റ്, പുതിയ ഐഡിയാസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇനി അതെങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്കതൊരു ഫ്രെയിമിനകത്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാർഡിനകത്ത് ഇതുപോലെ തന്നെ കറൻസി എല്ലാം കയറ്റി വെക്കാനുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ഇതിനോടെ തന്നെ വരും. ഞാൻ ആ ഫോട്ടോ ഒട്ടിച്ചതാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫോട്ടോ ഒന്ന് ഒട്ടിച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തുകൂടെ കാണിച്ചു തരാം. ഇത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഫ്രെയിമിനകത്ത് നമ്മളൊരു ഡിസൈൻ ചെയ്ത് ഫോട്ടോ ഉൾപ്പെടെ കൊടുത്ത് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് നമുക്ക് ഒരു ഫ്രെയിം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വളരെ മനോഹരമായിട്ട് തന്നെ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പുതിയ ഗിഫ്റ്റ് ഐഡിയകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു പുതുമയായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്കിനിയും വീണ്ടും കാണാം. നമ്മുടെ പതിവ് പോലെ തന്നെ കറൻസിൻ്റെയും കോയിൻസിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ ഇനി ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു. സേതു.